ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്നത്തെ കണ്ടന്റ് കുറച്ച് വെറൈറ്റി ആണ്. സാധാരണയായിട്ട് നമ്മൾ ക്രാഫ്റ്റ് ഒക്കെയാണ് ഇടാറ്. അപ്പോൾ ഇന്ന് കുറച്ച് വെറൈറ്റി ആയിട്ട് എൻ്റെ ഒരു ഹെയർ ഗ്രോത്ത് ജേർണി ഇടാമെന്ന് വിചാരിച്ചു. സംഭവം ഈ പനങ്കുല പോലത്തെ മുടിയൊന്നും അല്ലാന്നുണ്ടെങ്കിലും ആദ്യം കൊടുത്തിട്ടുള്ള ആ ഫോട്ടോയിൽ നിന്ന് രണ്ടാമത്തെ ഫോട്ടോയിലേക്ക് മാറാനായിട്ടുള്ള എൻ്റെ ഹെയറിൻ്റെ ഒരു ജേർണിയാണ് ഞാൻ പറയുന്നത്. വെറും 3 മാസം കൊണ്ടാണ് എൻ്റെ മുടി ഇത്രയും ഒരു ചേഞ്ച് വന്നിട്ടുള്ളത്. അപ്പോൾ ഇതുപോലത്തെ ഹെയർ ഗ്രോത്ത് വീഡിയോസ് ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ വീഡിയോക്ക് ഇപ്പോൾ തന്നെ ഒരു ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ പുതിയ ആൾക്കാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ ഞാനൊരു കാര്യം പറയാം. ഇതിൽ ഞാൻ പറയുന്ന എല്ലാ കാര്യങ്ങളും എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസിൽ നിന്ന് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നതാണ്. അല്ലാതെ ഒരു പ്രൊഫഷണൽ ആയിട്ടുള്ള ഒരു അഡ്വൈസ് ആയിട്ടൊന്നും നിങ്ങൾ കണക്കാക്കണ്ട കേട്ടോ. അപ്പോൾ നമ്മുടെ മുടി നല്ല രീതിയിൽ കെയർ ചെയ്ത് വളർത്തണം എന്ന് ആഗ്രഹമുള്ളവരാണെങ്കിൽ നമ്മൾ ആദ്യം ശ്രദ്ധിക്കേണ്ട കാര്യം തലയിൽ യൂസ് ചെയ്യുന്നത് ഈ ഒരു ചീർപ്പാണ്. നമ്മളെപ്പോഴും തലയിൽ പല്ലിന് വിടവുള്ള ചീർപ്പ് യൂസ് ചെയ്യുന്നതാണ് നല്ലത്. പല്ല് അടുപ്പിച്ചുള്ള ചീർപ്പ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ സാധാരണയായിട്ട് നമ്മുടെ തലയിൽ നിന്ന് കൊഴിഞ്ഞു പോണ മുടിനേലും കൂടുതൽ പല്ലടുപ്പിച്ചുള്ള ചീർപ്പ് യൂസ് ചെയ്ത് നമ്മൾ ഈരി കഴിയുമ്പോൾ പൊട്ടിപ്പോവാനായിട്ട് ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെ നമ്മൾ തലയിൽ യൂസ് ചെയ്യുന്ന ബണ്ണിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ സോഫ്റ്റ് ആയിട്ടുള്ള പെട്ടെന്ന് ഇതുപോലെ വലിയുന്ന ടൈപ്പ് ഓഫ് ബണ്ണ് കെട്ടാം. മുടി നമ്മൾ എപ്പോഴും ഇതുപോലെ ടൈറ്റാക്കി കെട്ടി വെക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക. ഞാൻ പണ്ട് ചെയ്തിരുന്ന ഒരു മിസ്റ്റേക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മുടി കെട്ടിക്കഴിഞ്ഞിട്ട് മുടിയുടെ തുമ്പ് ഇങ്ങനെ ഉള്ളിലേക്ക് ഇങ്ങനെ തിരികെ വെക്കാറുണ്ടായിരുന്നു. അങ്ങനെ ചെയ്തിരുന്ന സമയത്ത് എൻ്റെ മുടിയുടെ തുമ്പ് നല്ല രീതിയിൽ വളഞ്ഞിട്ടും അതുപോലെ സ്പ്ലിറ്റൻസ് ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഞാൻ മുടിയുടെ തുമ്പ് മടക്കിയിട്ട് ക്ലിപ്പ് ചെയ്താണ് വെക്കാറ്. അങ്ങനെ മുടി തിരികെ വെക്കുന്നത് ഒഴിവാക്കിയപ്പോൾ തന്നെ എൻ്റെ മുടിക്ക് നല്ല മാറ്റം വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. കാരണം മുടിയുടെ തുമ്പൊക്കെ അത്യാവശ്യം സ്ട്രെയിറ്റ് ആയിട്ട് വരാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ എന്താണ് ശ്രദ്ധിക്കേണ്ടതെന്ന് മനസ്സിലായില്ലേ? തലയിൽ യൂസ് ചെയ്യുന്ന ഈ ഒരു കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചാൽ തന്നെ ഒരു പരിധി വരെ നമുക്ക് മുടി കൊഴിയുന്നത് മുടി പൊട്ടുന്നതൊക്കെ ഒഴിവാക്കാൻ പറ്റും കേട്ടോ. പിന്നെ മുടി വളരാനായിട്ട് നമ്മൾ തലയിൽ എന്ത് കാര്യം ചെയ്യുകയാണെങ്കിലും ആദ്യം തന്നെ നമ്മൾ ഫോളോ ചെയ്യേണ്ട ഒരു കാര്യമാണ് കൺസിസ്റ്റൻസി എന്ന് പറയുന്നത്. അതായത് നമ്മളിപ്പോൾ എന്ത് കാര്യം ചെയ്യുകയാണെങ്കിലും കൺസിസ്റ്റൻ്റ് ആയിട്ട് അത് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്കതിനൊരു പ്രോപ്പറായിട്ടുള്ളൊരു റിസൾട്ട് കിട്ടില്ല. ഇത് ഞാൻ വെറുതെ ഒന്നും പറയുന്നതല്ല, എൻ്റെ സ്വന്തം എക്സ്പീരിയൻസിൽ നിന്ന് പറയുന്നതാണ്. അപ്പോൾ ഞാൻ ഹെയർ ഓയിലിംഗ് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് കാണിച്ചു തരാം. ഞാൻ എല്ലാ ദിവസവും തലയിൽ ഹെയർ ഓയിലിംഗ് ഒന്നും ചെയ്യാറില്ല. വീക്കിലി ഒരു 2-3 പ്രാവശ്യമൊക്കെ ചെയ്യാറുള്ളൂ. ചെയ്യുന്ന ദിവസം ഹെയർ ഓയിലിങ്ങും ഹെയർ പാക്കൊക്കെ ചെയ്തിട്ടാണ് തല വാഷ് ചെയ്യാറ്. എല്ലാ ദിവസവും തല കഴുകണമെന്നൊന്നും നിർബന്ധമില്ല കേട്ടോ. കാരണം എന്നും നമ്മൾ തലയിൽ വെള്ളം ഒഴിക്കുന്നത് അത്ര നല്ലതല്ല എന്ന് ഞാൻ ഏതോ ഒരു വീഡിയോയിൽ കേട്ടിട്ടുണ്ട്. അപ്പോൾ ഞാൻ വെളിച്ചെണ്ണ തേക്കുന്ന ദിവസം ഹോട്ട് ഓയിലിംഗ് ചെയ്തിട്ടാണ് തേക്കാറ് കേട്ടോ. ഹോട്ട് ഓയിലിംഗ് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് ഞാൻ പറഞ്ഞുതരാം. പിന്നെ എൻ്റെ ഹെയർ ഗ്രോത്തിൽ ഏറ്റവും വലിയൊരു പങ്ക് വഹിച്ചിട്ടുള്ള ഒരു സംഭവമാണ് ഈ ഒരു വൈറ്റമിൻ ഇ ടാബ്ലറ്റ്സ്. അതായത് ഈ ഒരു പച്ച കളറുള്ള ഇവിയോൺ എന്ന് പറയുന്ന ഗുളിക ഉണ്ടല്ലോ, അതിലുള്ള ഓയിൽ യൂസ് ചെയ്തിട്ടാണ് കുറച്ചെങ്കിലും എൻ്റെ മുടിക്ക് ചെറിയൊരു മാറ്റം വന്നിട്ടുള്ളത് കേട്ടോ. ഇപ്പോൾ നിങ്ങളിത് ആദ്യമായിട്ടാണ് ട്രൈ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഒരിക്കലും നിങ്ങൾ 2-3 ഒന്നും യൂസ് ചെയ്യരുത്. കാരണം ഇത് നമ്മൾ ആദ്യമായിട്ട് ചെയ്യുന്ന സമയത്ത് എല്ലാവർക്കും ഒരേ റിസൾട്ട് ആയിരിക്കില്ല കിട്ടുന്നത്. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ചെറുതായിട്ട് എവിടെയെങ്കിലും പാച്ച് ടെസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് മാത്രം ചെയ്താൽ മതി. അതുപോലെ തന്നെ എനിക്കിത് യൂസ് ചെയ്തിട്ട് വലിയ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ ഞാൻ കുറച്ച് നാളായിട്ട് ഇത് യൂസ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഞാനിപ്പോൾ 2 ക്യാപ്സ്യൂൾ യൂസ് ചെയ്യുന്നത് കേട്ടോ. ഇന്ന് പക്ഷേ 1 ക്യാപ്സ്യൂളാണ് ഞാൻ എടുത്തിട്ടുള്ളത്. എന്നിട്ട് നമ്മളെ വെളിച്ചെണ്ണയിലേക്ക് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യും. പിന്നെ നമ്മൾ പറഞ്ഞു നിർത്തിയത് കൺസിസ്റ്റൻസിയുടെ കാര്യമാണ്. എൻ്റെ സ്വന്തം എക്സ്പീരിയൻസിൽ നിന്നാണ് ഞാനത് ഷെയർ ചെയ്യുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ. വേറെ ഒന്നുമല്ല, ഞാൻ പണ്ട് ഇങ്ങനെ ഹെയർ ഗ്രോത്തിന് വേണ്ടിയിട്ട് കുറേ വീഡിയോസൊക്കെ റെഫർ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ഒരു സമയത്ത് വലിയ മുടിയുള്ള ചേച്ചിമാരെ വീഡിയോസൊക്കെ കണ്ടിട്ട് അവരുടെ തമ്പനയിലാണെങ്കിൽ 2 ദിവസം കൊണ്ട് മുടി വളരും, 3 ദിവസം കൊണ്ട് മുടി വളരും എന്നൊക്കെ കണ്ടിട്ട് അതേപോലെ ചെയ്ത് നോക്കിയിട്ട് 2 ദിവസവും മാത്രം അത് ട്രൈ ചെയ്ത് 3-ാമത്തെ ദിവസം മടിയായിട്ട് ഞാൻ പിന്നെ ചെയ്യാറുണ്ടായിരുന്നില്ല. അങ്ങനെ ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ ഹെയറിൽ ഒട്ടും നമുക്ക് മാറ്റം കാണാൻ പറ്റില്ല. എന്തെങ്കിലും നമ്മൾ ഹെയറിൽ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കുറഞ്ഞതൊരു 1-2-3 മാസം നമ്മളത് ട്രൈ ചെയ്യണം. അപ്പോൾ ഞാൻ ഹോട്ട് ഓയിലിംഗ് ചെയ്യാനായിട്ട് ഇതുപോലെ വെള്ളം ചൂടാക്കിയിട്ട് നമ്മുടെ വെളിച്ചെണ്ണ മിക്സ് ചെയ്ത പാത്രം അതിൻ്റെ മുകളിൽ വെച്ചിട്ടൊന്ന് ചൂടാക്കുന്നുണ്ട്. അത്രയ്ക്ക് അങ്ങോട്ട് ചൂടാക്കണ്ട, നമുക്ക് ജസ്റ്റ് തൊടാൻ പറ്റുന്ന രീതിയിലൊന്ന് ചൂടാക്കിയാൽ മതി. ഒരിക്കലും നമ്മൾ ഭയങ്കര ചൂടായിട്ടുള്ള വെളിച്ചെണ്ണ തലയിൽ അപ്ലൈ ചെയ്യരുത് കേട്ടോ. നമുക്ക് ജസ്റ്റ് തൊട്ട് കഴിഞ്ഞാൽ അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ ഒരു ഇളം ചൂടിലൊക്കെ നമ്മൾ വെളിച്ചെണ്ണ ഒന്ന് ചൂടാക്കിയാൽ മതി. അപ്പോൾ ഈ ഒരു വെളിച്ചെണ്ണ ചൂടാവുന്നതിന് മുന്നേ ഞാൻ ഹെയർ ജസ്റ്റ് ഒന്ന് മസാജ് ചെയ്യാറുണ്ട്. അപ്പോൾ നമ്മൾ ഇതുപോലുള്ള ചീർപ്പ് എടുത്തിട്ട് മുടി നന്നായിട്ട് ഈരി ചട കളഞ്ഞിട്ടാണ് ഹോട്ട് ഓയിലിംഗ് ചെയ്യേണ്ടത് കേട്ടോ. അപ്പോൾ ഞാൻ ആദ്യം തന്നെ മുടി നന്നായിട്ട് ചട ഒന്ന് കളയും. മുടിയിൽ ചട കളയാനായിട്ട് നമ്മൾ ഒരിക്കലും ചീർപ്പ് യൂസ് ചെയ്തിട്ട് കളയരുത്. ഞാനിത് മസാജ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എടുത്തിട്ടുള്ളത്. ജട കളയാനായിട്ട് ആദ്യം തന്നെ മുടിയിലെ കെട്ടൊക്കെ നമ്മൾ കൈ വെച്ചിട്ടാണ് ഒന്ന് അഴിക്കേണ്ടത്. എന്നിട്ട് ചീർപ്പ് വെച്ചിട്ടൊന്ന് ഈരി കൊടുക്കുക. അപ്പോൾ ഹോട്ട് ഓയിൽ മസാജ് റെഡി ആയിട്ടുണ്ട്. ഞാൻ എന്നിട്ട് ഒരു 10 മിനിറ്റ് നമ്മുടെ തലയിൽ വെളിച്ചെണ്ണ നന്നായിട്ട് അപ്ലൈ ചെയ്തിട്ടുണ്ട്. വെളിച്ചെണ്ണ അപ്ലൈ ചെയ്യുന്ന സമയത്ത് മുടിയുമല്ല നമ്മൾ അപ്ലൈ ചെയ്യേണ്ടത്, സ്കാൽപ്പിലാണ് കേട്ടോ ഏറ്റവും കൂടുതൽ വെളിച്ചെണ്ണ അപ്ലൈ ചെയ്യേണ്ടത്. എന്നിട്ടൊരു 10 മിനിറ്റ് എങ്കിലും നമ്മൾ മസാജ് ചെയ്ത് കൊടുക്കണം.
ഇനി ഞാൻ ഹെയറിൽ യൂസ് ചെയ്യുന്ന ഒരു സെറം കാണിച്ചു തരാം. ഞാൻ ഒട്ടും പുറത്തുനിന്ന് വാങ്ങാറില്ല, വീട്ടിൽ തന്നെയാണ് ഉണ്ടാക്കാറ്. അപ്പോൾ റോസ്മേരിയുടെ സെറമാണ് നമ്മൾ ഉണ്ടാക്കുന്നത് കേട്ടോ. ഈ ഒരു റോസ്മേരിയുടെ ഡ്രൈ ലീവ്സ് നമുക്ക് കടയിൽ നിന്നൊക്കെ വാങ്ങാൻ കിട്ടും. അപ്പോൾ ഞാൻ അതുപോലെ വാങ്ങിയിട്ട് വെള്ളത്തിലിട്ട് തിളപ്പിച്ചിട്ട് ആ ഒരു വെള്ളമാണ് യൂസ് ചെയ്യാറ്. പിന്നെ അപ്പുറത്തെ വീട്ടിൽ പണി നടക്കുന്നുണ്ട്, അതിൻ്റെ സൗണ്ടാണ് കേട്ടോ നിങ്ങൾ ബാക്ക്ഗ്രൗണ്ടിൽ കേൾക്കുന്നത്. അപ്പോൾ റോസ്മേരിയുടെ സെറം ഉണ്ടാക്കാനായിട്ട് നമുക്ക് കുറച്ച് റോസ്മേരി ഡ്രൈ ലീവ്സ് വേണം. ഞാനപ്പോൾ റോസ്മേരി ഡ്രൈ ലീവ്സ് മാത്രമല്ല, കുറച്ച് ഉലുവയും കരിഞ്ജീരകവും കൂടി ഇതിലിട്ട് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. കാരണം ഉലുവ കരിഞ്ജീരകം നമ്മുടെ ഹെയറിൻ്റെ ഗ്രോത്തിനൊക്കെ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു സംഭവമാണ്. അപ്പോൾ ഞാൻ റോസ്മേരിയുടെ ഈ ഒരു ബോട്ടിൽ വാങ്ങിയിട്ട് അതിൽ ഉലുവയും കരിഞ്ജീരകവും ഇട്ട് മിക്സ് ചെയ്തിട്ടാണ് വെച്ചിട്ടുള്ളത് കേട്ടോ. ഇനി സെറം നമുക്ക് യൂസ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്നില്ലെങ്കിൽ നിങ്ങൾക്ക് വെളിച്ചെണ്ണ തേച്ച് കഴിഞ്ഞിട്ട് ഹെയർ പാക്ക് പോലെ യൂസ് ചെയ്യാം. അല്ലാന്നുണ്ടെങ്കിൽ കുളിയൊക്കെ കഴിഞ്ഞ് നല്ല രീതിയിൽ മുടിയൊക്കെ ഡ്രൈ ആയി കഴിഞ്ഞിട്ട് നമുക്കത് യൂസ് ചെയ്യാം. അപ്പോൾ ഞാനിത് തിളപ്പിച്ച് കാണിച്ചു തരുന്നില്ല, ഞാൻ ഓൾറെഡി ഇത് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ബോട്ടിൽ നമ്മുടെ പുറത്തുനിന്ന് വാങ്ങുന്ന ബോട്ടിലാണ്, കാരണം ഇതെൻ്റെ ഫ്രണ്ട് എനിക്ക് തന്നതാണ് കേട്ടോ. അപ്പോൾ ഞാൻ തിളപ്പിച്ചിട്ട് അതിൻ്റെ ഉള്ളിലാണ് ഒഴിച്ചു വെച്ചിട്ടുള്ളത്. തിളപ്പിക്കേണ്ടത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ആവശ്യമുള്ള വെള്ളത്തിൻ്റെ ക്വാണ്ടിറ്റി എടുക്കുക. എന്നിട്ട് അതിലേക്ക് ഒരു 2-3 ടേബിൾ സ്പൂൺ നമ്മൾ ഈ റോസ്മേരിയുടെ ഡ്രൈ ലീവ്സ് ഒന്ന് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഒരു 5-10 മിനിറ്റ് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുക. ഇത് തിളപ്പിച്ച് കഴിഞ്ഞിട്ട് നന്നായിട്ട് തണുത്ത് കഴിഞ്ഞിട്ടാണ് നമ്മൾ തലയിൽ അപ്ലൈ ചെയ്യേണ്ടത്. ഒരിക്കലും ചൂടോട് കൂടിയിട്ട് തലയിൽ അപ്ലൈ ചെയ്യരുത്. അതുപോലെ തന്നെ നന്നായിട്ട് തണുക്കാൻ വേണ്ടിയിട്ട് നമ്മളിത് തിളപ്പിച്ച് കഴിഞ്ഞിട്ട് ഒന്ന് മൂടി വെക്കണം. ആ ഒരു സമയത്ത് ഇതിൻ്റെ ആവിയൊക്കെ മുകളിലേക്ക് വന്നിട്ട് ആ ഒരു ആവിയും വെള്ളമായിട്ട് ഇതിൻ്റെ ഉള്ളിലേക്ക് തന്നെ വീഴും. അങ്ങനെ കുറച്ചധികം നേരം ഇരിക്കുമ്പോഴാണ് ഈ ഒരു കളർ കിട്ടുക കേട്ടോ. അപ്പോൾ ഇത് നല്ല എഫക്റ്റീവാണ് ഹെയറിൽ. മുടി ഒരിക്കലും വളരില്ല എന്ന് വിചാരിച്ചിരിക്കുന്നവർക്കൊക്കെ ഇത് നല്ല അടിപൊളിയാണ് കേട്ടോ. കാരണം ഞാനും അങ്ങനെ വിചാരിച്ചിരുന്ന ഒരാളാണ്. പക്ഷേ ഇത് യൂസ് ചെയ്ത് തുടങ്ങിയ പിന്നെ എൻ്റെ മുടിക്ക് വന്നിട്ടുള്ള മാറ്റം പരസ്യത്തിലൊക്കെ കാണുന്ന പോലെ തന്നെ കറക്റ്റാണ്. നമുക്ക് ബേബി ഹെയർസൊക്കെ വന്ന് തുടങ്ങും. എനിക്ക് നല്ല രീതിക്ക് ബേബി ഹെയർസൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാനിത് തിളപ്പിച്ച് കാണിച്ചു തരുന്നില്ല, സംഭവം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. നിങ്ങളിത് ആദ്യമായിട്ട് യൂസ് ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ ഇന്ന് അപ്ലൈ ചെയ്തിട്ട് ഒരു 5-6 ദിവസം കഴിഞ്ഞിട്ട് അപ്ലൈ ചെയ്താൽ മതി. അങ്ങനെ 1-2 യൂസ് ചെയ്തിട്ട് നോക്കി നോക്ക്. കുഴപ്പമൊന്നുമില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡെയിലി അപ്ലൈ ചെയ്യാം കേട്ടോ. ഇനി ഞാൻ എൻ്റെ തലയിൽ യൂസ് ചെയ്യുന്ന പാക്ക് കാണിച്ചു തരാം. ആ പാക്കിന് വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തിട്ടുള്ളത് നമ്മുടെ കഞ്ഞിവെള്ളമാണ്. കഞ്ഞിവെള്ളത്തിൻ്റെ ഗുണം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ, നമ്മുടെ മുടിനെ വളർത്താനായിട്ട് വളരെ യൂസ്ഫുള്ളാണ്. അപ്പോൾ കഞ്ഞിവെള്ളം ഞാൻ തലേ ദിവസത്തെ കഞ്ഞിവെള്ളമാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ തലയിൽ കഞ്ഞിവെള്ളം അപ്ലൈ ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഒരിക്കലും ഉപ്പിട്ടിട്ടുള്ള കഞ്ഞിവെള്ളം തലയിൽ അപ്ലൈ ചെയ്യാൻ പാടില്ല. ഉപ്പില്ലാത്ത കഞ്ഞിവെള്ളം മാറ്റി വെച്ചിട്ടാണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത്. അതുപോലെ തന്നെ ഈ ഒരു കഞ്ഞിവെള്ളം നമ്മുടെ മുടിനെ വളർത്താനായിട്ട് ഭയങ്കര അടിപൊളി സംഭവമാണ് കേട്ടോ. കാരണം നമ്മൾ ഈ ആഡ്സിലൊക്കെ കണ്ടിട്ടില്ലേ, റൈസ് വാട്ടർ വെച്ചിട്ട് നമ്മൾ മുടിയുടെ ഗ്രോത്തിന് വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുമെന്ന് ഇങ്ങനെ പറയുന്നത്. അപ്പോൾ അത് തന്നെയാണ് ഈ ഒരു സംഭവം. നമ്മൾ വീട്ടിലുണ്ടാക്കിയിട്ടുള്ള റൈസ് വാട്ടറാണ് യൂസ് ചെയ്യുന്നതെന്നുള്ളൂ. പിന്നെ എപ്പോഴും പറയുന്ന പോലെ തന്നെ പാക്ക് നമ്മൾ എല്ലാ ദിവസവും തലയിൽ അപ്ലൈ ചെയ്യണമെന്നില്ല. ആഴ്ചയിൽ ഒരു ദിവസം ആയാലും മതി. അത് ചെയ്യുന്ന ദിവസം നമ്മൾ പ്രോപ്പറായിട്ട് ഹെയർ ഓയിലിങ്ങും പാക്കൊക്കെ അപ്ലൈ ചെയ്യുക. ഒരിക്കലും പാക്ക് തലയിൽ ഡയറക്റ്റ് അപ്ലൈ ചെയ്യരുത്. ഹെയർ ഓയിലിംഗ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം മാത്രമാണ് പാക്ക് അപ്ലൈ ചെയ്യേണ്ടത്. അപ്പോൾ എനിക്ക് ആവശ്യമുള്ള അത്രയും കഞ്ഞിവെള്ളം എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഞാൻ ആഡ് ചെയ്യുന്നത് നമ്മുടെ തൈരാണ്. ഈ ഒരു തൈര് നമ്മളെ മുടി നന്നായിട്ട് സോഫ്റ്റ് ആക്കാനും മുടിയുടെ ടെക്സ്ചറൊക്കെ ചേഞ്ച് ചെയ്യാനായിട്ട് നല്ല ഹെൽപ്പ് ചെയ്യും. തലയിൽ താരനൊക്കെ ഉള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഈ ഒരു തൈരാണ് നിങ്ങൾക്ക് ഏറ്റവും ബെസ്റ്റ്. താരനൊക്കെ പോകാനായിട്ട് അടിപൊളിയാണ്. അപ്പോൾ നമ്മൾ എടുത്തിട്ടുള്ള കഞ്ഞിവെള്ളത്തിലേക്ക് ഈ ഒരു തൈര് 2-3 ടേബിൾ സ്പൂൺ ആയിട്ട് ഇട്ട് കൊടുക്കുകയാണ്. നമുക്ക് ആവശ്യമുള്ള അത്രയും യൂസ് ചെയ്താൽ മതി. ഞാനിപ്പോൾ ഒരു 3 ടേബിൾ സ്പൂണാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ തലയിൽ നല്ല രീതിക്ക് വെളിച്ചെണ്ണയൊക്കെ തേച്ച് മസാജ് ചെയ്തതിന് ശേഷം മാത്രമാണ് കേട്ടോ പാക്ക് അപ്ലൈ ചെയ്യേണ്ടത്. അല്ലാന്നുണ്ടെങ്കിൽ സ്കാൽപ്പും മുടിയൊക്കെ നല്ല രീതിക്ക് ഡ്രൈ ആവും. അത് നമ്മളെ മുടിനെ ഒന്നും കൂടിയും പൊട്ടിക്കാനായിട്ട് കാരണമാവും കേട്ടോ. അപ്പോൾ നല്ല രീതിക്ക് വെളിച്ചെണ്ണയൊക്കെ തേച്ച് മോയ്സ്ചറൈസ് ചെയ്തിട്ട് മാത്രമേ നമ്മൾ പാക്ക് ഇടാൻ പാടുള്ളൂ. പിന്നെ പാക്ക് ഇടുന്ന സമയത്ത് നമ്മൾ അധികം നേരം വെക്കാതെ, കൂടിപ്പോയാൽ ഒരു അരമണിക്കൂറൊക്കെ വെച്ചിട്ട് അപ്പം തന്നെ വാഷ് ചെയ്ത് കളയണം. ഇനി ഞാൻ അതിലേക്ക് ആഡ് ചെയ്യുന്നത് ഒരു കോഴിമുട്ടയാണ്. നിങ്ങൾക്ക് മുട്ടയുടെ ഉണ്ണി ഇഷ്ടമില്ല എന്നുണ്ടെങ്കിൽ അത് ആഡ് ചെയ്യേണ്ട. ഞാൻ പക്ഷേ രണ്ടും മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇത് രണ്ടും നമ്മുടെ മുടിയുടെ ഗ്രോത്തിന് അടിപൊളിയാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ പാക്കിനുള്ള മിക്സൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യേണ്ടത് ഇതിനെല്ലാത്തിനെയും കൂടി ഒന്ന് അടിച്ചെടുക്കണം. കാരണം ഇപ്പോൾ എല്ലാതും വേറെ വേറെ ആയിട്ടാണ് കിടക്കുന്നത്. അപ്പോൾ ഞാനിതിനൊന്ന് അടിച്ചെടുത്തിട്ട് വരാം. നിങ്ങൾ തമ്പനയിൽ കണ്ട പോലെ തന്നെ എനിക്ക് പണ്ട് ഒട്ടും മുടി ഉണ്ടായിരുന്നില്ല. എൻ്റെ മുടിയുടെ തുമ്പെന്ന് പറയുന്നത് നമ്മളെ വീട്ടിൻ്റെ ഉള്ളിൽ അടിച്ചു വരുന്ന ബ്രഷ് ഉണ്ടല്ലോ, അതിൻ്റെ അറ്റം പോലെ ആയിരുന്നു. ഇങ്ങനെ വി ഷേപ്പിൽ നടുക്കിൽ ഇങ്ങനെ ഗ്യാപ്പായിരുന്നു കേട്ടോ. അപ്പോൾ എന്നോട് എല്ലാവരും പണ്ട് പറയായിരുന്നു മുടിയുടെ തുമ്പ് ഭയങ്കര ബോറാണ്, അതുപോലെ തന്നെ ഒട്ടും ഉള്ളില്ല എന്നൊക്കെ. ആ ഒരു സമയത്ത് ഞാൻ ഈ ഒരു പാക്കാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഈ ഒരു പാക്ക് യൂസ് ചെയ്ത് കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം തന്നെ എനിക്ക് പെട്ടെന്ന് റിസൾട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. കാരണം ഞാനിങ്ങനെ മുടി ഈരുന്ന സമയത്ത് ചെറിയ ചെറിയ ബേബി ഹെയർസ് എനിക്ക് കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ ഹെയർ പാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് തലയിൽ അപ്ലൈ ചെയ്തിട്ട് കുറച്ച് ഷാമ്പു യൂസ് ചെയ്തിട്ട് മുടി വാഷ് ചെയ്ത് കളഞ്ഞാൽ മതി. ഇനിയും നിങ്ങൾക്ക് ഇതുപോലുള്ള ഹെയർ കെയർ വീഡിയോസൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യും, നമുക്ക് നെക്സ്റ്റ് വീഡിയോസിലൊക്കെ ചെയ്യാം. ഈ ഒരു വീഡിയോ പെട്ടെന്ന് തീർന്ന പോലെ തോന്നുന്നുണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ആരും മറക്കണ്ട. നമുക്കപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.